നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇനി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാകില്ല. തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നു. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകൾക്ക് നേരെയായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയിരുന്നത്. എന്നാൽ ഇവിടെ മറ്റു പല വഴിക്കും ആയുധങ്ങൾ എത്തുന്നു. ഇറാൻ ലക്ഷ്യം വെക്കാത്ത ചില സ്ഥലങ്ങളിലേക്ക്, ജനവാസ മേഖലകളിലേക്ക്, അതുപോലെ തന്നെ അവർ ഒരിക്കലും ആക്രമിക്കാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ആയുധങ്ങൾ എത്തുന്നു. ഡ്രോണുകളും മിസൈലുകളും ഒക്കെ എത്തുന്നു. എന്തായാലും ഇത് മനസ്സിലാക്കിയ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നല്ല ഒരു നീക്കം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ഇറാൻ ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് എന്ന കാര്യം മനസ്സിലാക്കണം. അതായത് ജോർദാനിലെ പ്രതിരോധ സംവിധാനങ്ങൾ ആകെ തകരാറിലായി നിൽക്കുകയാണ്. ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകരാറിലായതിന്റെ ഭാഗമായിട്ട് അമേരിക്ക അടിയന്തര മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. അതായത് കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മീറ്റിംഗ്. ഇനി എന്തായാലും ഇവിടെ ഇറാൻ ആക്രമണം തുടർന്നാൽ അതിന്റെ മറവിൽ മറ്റു പല ആളുകളും ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തും. അങ്ങനെ ആക്രമണം നടത്തിയാൽ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകും. ഒരുപാട് ആളുകൾ മരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിയ ഇറാൻ ഇനി ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. തീർച്ചയായും ഇവിടെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രവാസ ലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസകരമാണ്. ഇവിടെ മലയാളികൾ, ഒരുപാട് ആളുകൾ ഗൾഫ് മേഖലകളിൽ തൊഴിലെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാർ, ഇന്ത്യക്കാർ, ഒരുപാട് ആളുകൾ ഗൾഫ് മേഖലകളിൽ തൊഴിലെടുക്കുന്നുണ്ട്. അത് മൊത്തത്തിൽ ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ കുടുംബങ്ങൾ വളരെയധികം വേദനയിലാണ്. അതുപോലെ തന്നെ അവിടെ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ ബന്ധുക്കളൊക്കെ വല്ലാത്തൊരു വേവലാതിയിലാണ്. കഴിഞ്ഞ ദിവസം എം.എ. യൂസഫ് അലി സാഹിബ് നേരിട്ടെത്തി ഗൾഫ് രാജ്യങ്ങളിലെ വിഷയങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും അദ്ദേഹം അന്ന് ആശ്വാസകരമായ ഒരു കാര്യം പറഞ്ഞത്, ഒരു കാരണവശാലും ഗൾഫ് മേഖലയിൽ വില കൂടില്ല, അതുപോലെ തന്നെ ആരും പട്ടിണി കിടക്കില്ല എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അതൊരു പരിധിവരെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും അതിന് വേണ്ട ഇടപെടലുകൾ നടത്താനും ലുലു ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട്, എം.എ. യൂസഫ് അലി സാഹിബിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം വേവലാതികൾ പല മേഖലകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. എന്തായാലും അത് മനസ്സിലാക്കിയ ഇറാൻ, അല്ലെങ്കിൽ ഇറാൻ ആക്രമണം നടത്തുന്നതിന്റെ മറവിൽ മറ്റു ചില ആളുകൾ ഇവിടെ ആയുധങ്ങളുമായി എത്തി അവിടെ ആക്രമണം നടത്തുമെന്ന് മനസ്സിലാക്കിയ ഇറാൻ വളരെ നല്ല ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി ശത്രു ഇസ്രായേലാണ്. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലല്ലാത്ത അമേരിക്കൻ യുദ്ധക്കപ്പലുകളും മറ്റുമൊക്കെയാണ് ശത്രു എന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ദിവസം തുർക്കിയിലേക്ക് ഒരു ആക്രമണം നടന്നു, അസർബൈജാനിലേക്ക് ആക്രമണം നടന്നു. അതുപോലെ തന്നെ ജനവാസ മേഖലകളിലേക്ക് ഡ്രോണുകൾ എത്തി. ഇതൊന്നും തങ്ങളുടെ ആയുധങ്ങളല്ല എന്ന് ഇറാൻ പറഞ്ഞിരുന്നു. അതുപോലെ സൈപ്രസിലേക്ക്, ഇവിടെ ബ്രിട്ടന്റെ താവളത്തിലേക്ക് ചെന്ന ഡ്രോണുകൾ അത് ഇറാൻ നിർമ്മിതമല്ല എന്ന് ബ്രിട്ടൻ വ്യക്തമാക്കിയിരുന്നു. അതായത് അതിന് പുറകിൽ മറ്റു ചില ആളുകൾ കളിച്ചിരുന്നു. ചില ആളുകൾക്കൊക്കെ അവരുടേതായിട്ടുള്ള പ്ലാൻ ബി നടപ്പിലാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഗൾഫ് രാജ്യങ്ങളിൽ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കണം, ഇറാനെതിരെ കൂടുതൽ ആളുകളെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ചില ആളുകൾക്കുണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള ആ നീക്കങ്ങളാണ് ഇവിടെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗൾഫ് രാജ്യങ്ങൾ ഇനി അമേരിക്കയെ, സാമ്പത്തികമായി അമേരിക്കക്ക് സഹായങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അവിടെ നിക്ഷേപിക്കുന്ന ഏർപ്പാടുകൾ നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അത് വളരെ രഹസ്യമായി നടന്ന ഒരു ചർച്ചയാണ്. ഇനി അമേരിക്കക്ക് അങ്ങനെ കൈവിട്ട് സഹായങ്ങൾ ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനമായിട്ടുണ്ട് എന്നറിയുന്നു. അത്രയെങ്കിലും ഒരു തീരുമാനമെടുപ്പിക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറാന്റെ വലിയ വിജയം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും ഈ ഒരു സാഹചര്യത്തിൽ.